ഹലോ ഗൈസ്, ഞാൻ ആഷിഖ്. ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നെതർ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നെതർ വേൾഡിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് അണ്ടർഗ്രൗണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് അവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏകദേശം ഇവിടേക്കായിട്ടാണ് നമ്മൾ നെതർ വേൾഡ് പോർട്ടൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒബ്സിഡിയൻ കയ്യിലുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിലേക്കായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം 4 ബ്ലോക്ക് ആണല്ലോ വെക്കേണ്ടത്. അപ്പം അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ താഴത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പം എൻ്റർപോൾ അതേപോലെ തന്നെ ഷവല് കാര്യങ്ങൾ, പിക്കാക്സ്, അതേപോലെ തന്നെ പുതിയ ഡയമണ്ട് ആർമർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഡയമണ്ട് അത്യാവശ്യത്തിന് കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഡയമണ്ട് വെച്ച് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ആർമർ എന്തിനാണെന്ന് വെച്ചാൽ പഴയ ആർമറിന് പവർ ഇച്ചിരി കുറവാണ്. അതുകൊണ്ടാണ് പുതിയ ആർമറും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പം പവർ കുറഞ്ഞ് ഇട്ട് പോയിട്ട് ഇനി പണി കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇവിടേക്കായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കളറുള്ള ഒബ്സിഡിയൻ 2 ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അടിയിൽ സെറ്റ് ചെയ്തിട്ടാണ് മേത്തിലേക്ക് പൊക്കുന്നത്. അപ്പം മേത്തിൽ 4 ബ്ലോക്ക്, അതായത് 4 ലെങ്ത്തിലാണ് ഞാനിത് പൊക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി അധികം വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ആ ബ്ലോക്ക് പൊട്ടിച്ച് പിന്നെ 2 കൂടി എക്സ്ട്രാ വെച്ച് ഹൈറ്റിൽ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി മേത്തിലേക്ക് തന്നെ 4 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോർട്ടൽ സെറ്റായിട്ടുണ്ട്. പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇത് ഏത് ഭാഗത്തേക്കായിട്ടാണ് കണക്റ്റ് ആവുന്നതെന്ന് നമുക്ക് നോക്കണം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. ആവശ്യമുള്ള ഗോൾഡ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് മൈൻ ചെയ്തെടുക്കാനുണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്നൊരു വേൾഡ് കണ്ടുപിടിക്കാനുണ്ട്, അതായത് ഒരു വീടും കാര്യവും കണ്ടുപിടിക്കാനുണ്ട്. അവിടെയാണ് കുറേ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ആ ഒരു ഏരിയയിൽ ഒരുപാട് ലൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചെസ്റ്റ് പ്ലേസ് ചെയ്യുക. കാരണം നെതറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കൊണ്ടുവന്ന് നമുക്ക് വെക്കണം. അതേപോലെ തന്നെ നമ്മൾ എവിടെയാണോ ഈ ഒരു പോർട്ടൽ വഴി ഇറങ്ങുന്നത് അവിടെയും നമ്മൾ 2 ചെസ്റ്റ് സെറ്റ് ചെയ്യും. കാരണം കിട്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ പ്ലേസ് ചെയ്യാൻ. പിന്നെ നമ്മൾ വരുന്ന വഴി മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റ്സൊക്കെ നോക്കി വെക്കണം. അതേപോലെ തന്നെ ടോർച്ചും പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ലക്കുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് അവിടേക്കാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ലൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സാധനം കിട്ടുന്നുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇവിടുന്ന് കുറേ വുഡും കാര്യങ്ങളും, അതേപോലെ തന്നെ നമുക്ക് ഹോസസിന് വേണ്ടിയിട്ടുള്ള ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും. അപ്പം നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടുന്ന് എടുക്കാം. അപ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മളപ്പം ആ ഒരു ചെസ്റ്റിലേക്കാണ് പ്ലേസ് ചെയ്യുന്നത്. കാരണം അഥവാ ഇനി നമ്മൾ ഡെഡ് ആയാലും റെസ്പോൺ പോയിൻ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അഥവാ സെറ്റ് ചെയ്താൽ നല്ല രീതിക്ക് തന്നെ എക്സ്പ്ലോർ ആവും. അതിനുകൊണ്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്തിട്ട് ഇനി അഥവാ ഡെഡ് ആകുകയെന്നുണ്ടെങ്കിലും നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പോകും. ബാക്കിയെല്ലാം നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്യുന്നതും കൊണ്ട് നമുക്ക് റിട്ടേൺ വന്ന് എടുക്കാം. അപ്പം കയ്യിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ പോയാലും കുഴപ്പമില്ല, കാരണം അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു ടോർച്ച് പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഓരോ ചെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നേരം ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഓരോ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ലൂട്ടും കാര്യങ്ങളും ഉള്ളതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അടുത്ത് എന്തായാലും സോംബീസും കാര്യങ്ങളും ഉണ്ടാവും. സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ളത് എൻ്ററായി ഉണ്ടാക്കാനുള്ള ഒരു ബ്ലേസേഴ്സ് വേണം. തീ തുപ്പുന്ന അതിനെ കൊന്നിട്ട് അതിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. അതേപോലെ തന്നെ കാണുന്ന ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് ചെസ്റ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അവിടെ ഒരു ചെസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ചെസ്റ്റ് കൊണ്ടുപോയി അവിടെ വെക്കുകയും വേണം. പിന്നെ ഇവിടുന്ന് സ്കെൽട്ടൺസിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ഓരോ പുതിയ ക്രീച്ചേഴ്സിൻ്റെ സൗണ്ട്സ് കേൾക്കുന്നതിനനുസരിച്ച് ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് തന്നെ ഡെഡ് ആവുക എന്ന് അറിയുന്നതും ഒരു മോശമല്ലേ. അപ്പം അവിടെ നിന്ന് ഒരു ചെസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് ഒന്നുകൂടി വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്കിവിടെ പ്ലേസ് ചെയ്യുക. ഗോൾഡൻ ആർമറൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഓൾറെഡി കയ്യിലുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഒരു വേൾഡ് പോയപ്പോൾ അവിടുന്ന് കുറേ മൈൻ ചെയ്തപ്പോൾ എനിക്ക് അവിടുന്ന് കുറച്ച് ഡയമണ്ട് ഗോൾഡും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അത് യൂസ് ചെയ്ത് ഞാൻ കുറച്ച് വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇനി നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോകണം. അപ്പോൾ അത് അവിടെ ഒരു വെതർ സ്കെൽട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടേക്ക് പോകാത്തത്. അപ്പോൾ അവിടെ ഒരു ടോർച്ച് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കും അതേപോലെ തന്നെ നോർമൽ സ്കെൽട്ടണും കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തേക്ക് പോകാത്തത്. അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റും കാര്യമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചെസ്റ്റും കാര്യമൊക്കെ എടുത്ത് ആ ബോക്സിൽ പ്ലേസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ
ഇവിടുന്ന് ഒരു ലൂട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൂട്ട് സെറ്റ് ചെയ്ത് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിലുള്ള സോൾ സാൻഡ് ആവശ്യമുണ്ട്. നമുക്ക് ബ്ലൂ ഫയർ അതേപോലെ തന്നെ ബ്ലൂ ലാമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് വേണം. അതേപോലെ തന്നെ വെതറിനെയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇതിന് നല്ല രീതിക്ക് ആവശ്യം വരും. അതുപോലെ തന്നെ ഇത് മാത്രം പോരാ, വെതർ സ്കെൽട്ടനെ കൊല്ലണം. വെതർ സ്കെൽട്ടനെ കൊന്നിട്ട് ഒരു സ്കെൽ ഹെഡ് എടുക്കണം. അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരു സീരീസിൽ ഒപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്പിക്കുക. പറ്റുന്നിടത്തോളം നമ്മൾ ഈ ഒരു സീരീസിൽ മാക്സിമം മൈൻ ചെയ്യാനുള്ള ട്രൈ ഒക്കെ നടത്തും. കാരണം ഓവർ നമുക്ക് റിസ്ക് എടുക്കാനും വയ്യ. അപ്പം കുറച്ചുകൂടി നല്ല രീതിക്കുള്ള ലൂട്ടൊക്കെ സെറ്റാക്കണം. അപ്പം ഞാൻ മെയിൻ ഇപ്പോൾ നടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഗോൾഡൻ ആർമറിന് ഇനി നേരെ എനിക്ക് നെതർ ആർമറിലൊക്കെ മാറണം. അതായത് നെതറല്ല, ഒരു പവർഫുൾ ബ്ലാക്ക് ആർമറില്ല, അതിന് നെതർ എന്ന് തന്നെയാണ് പറയുന്നത് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് മാറണം. അപ്പോൾ ഞാനിവിടെ ഒരു പിഗ്ലിനെ കണ്ടു, ഒരു പിഗ്മാനെ. അപ്പോൾ അത് കൊല്ലുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവനെ ഞാൻ അടിച്ചിട്ട് അവൻ എന്നെ അടിച്ചില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അവരത്ര അഗ്രസീവ് അല്ല, നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അവനെയും അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഡേർട്ട് അതേപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം വന്നാലോ വിചാരിച്ച് ഡേർട്ടും ഈ ഒരു ഫയർ മാതിരിയുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കളക്ട് ചെയ്ത് വന്നപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് അപ്പോൾ ലാവ താഴത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ഇവിടുന്ന് ഗോബിൾ സ്റ്റോണൊക്കെ എടുത്ത് മേത്തൽ അത് വരുന്ന സ്ഥലം ബ്ലോക്ക് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ അടിയിൽ ആദ്യം വെക്കാൻ വെച്ചപ്പോൾ നടക്കത്തില്ല. അപ്പോൾ മേത്തൽ എന്തൊക്കെയോ ചാടി നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര അറ്റാക്ക് ചെയ്യുന്നൊന്നുമില്ല എന്നെ കണ്ടിട്ടൊന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നു വെതർ സ്കെൽട്ടണ് സോംബി കാര്യങ്ങളൊക്കെ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും അത്ര അറ്റാക്ക് ചെയ്യുന്ന ടീമിൽ പെട്ടതെല്ലാം തോന്നുന്നു. കാരണം ഇത്രയും ഞാൻ അതിൻ്റെ മുന്നിൽ നടന്നിട്ടും അതെന്നെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു എൻഡർമാൻ്റെ കണ്ണിലേക്ക് നോക്കിപ്പോയി. അത് വലിയൊരു ഇഷ്യൂ. അവൻ പിന്നെ എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു പോർട്ടൽ വഴി ഞാൻ അകത്തേക്ക് പോകാനായിരുന്നു വിചാരിച്ചു. പക്ഷേ അത് നേരെ തിരിച്ചാണ് നടന്നത്. അവനകത്തേക്ക് പോയി. ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുന്ന നേരം അവൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊരു ഫൈറ്റ് ഉണ്ടാവും. അവൻ്റെ കയ്യിൽ എന്തോന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് എനിക്ക് എടുക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തൊക്കെ കൂട്ടി ഇനി മേത്തിലേക്ക് പോകണം. മേത്തിലേക്ക് പോകുന്നേരം അവിടെ സ്കെൽട്ടനെയും കാര്യമൊക്കെ ഞാൻ കണ്ടിക്ക്. അപ്പം സ്കെൽട്ടനോ ഒരു എൻഡർമാനോ ഒരു പെഗ്ലിനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ മാക്സിമം ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ നമുക്ക് ലൂട്ടാനും ഒക്കെ പോകണം. നമ്മൾ അവിടുന്ന് ലൂട്ടിയില്ല. അപ്പോൾ അതിൻ്റെ നേരെ ബാക്ക് സൈഡിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അത് മൈൻ ചെയ്ത് അതിലേക്ക് കയറി. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു വൈറ്റ് സാധനം, അതായത് നമുക്ക് എന്തൊക്കെയോ പുതിയ ബ്ലോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് ഞാൻ മൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ നമുക്ക് പോകണം. അപ്പം എല്ലാ ഭാഗത്തും നോക്കുന്നുണ്ട് ഗോൾഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൈൻ ചെയ്യാൻ പറ്റിയതുണ്ടോയെന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങാമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് എത്തിപ്പെടുക എന്ന് പറയുന്നത് നല്ല രീതിക്ക് ലെക്കാന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ലൂട്ടിയിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ബ്ലോക്ക് പൊട്ടിച്ചപ്പം ഇതിൻ്റെ നേരെ അപ്പുറത്തേക്കായിട്ട് ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാളും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും പൊട്ടിക്കുന്നത്. അപ്പം നമ്മളെ കയ്യിലിപ്പോൾ നമ്മൾ കുറച്ച് പൊട്ടിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ചെസ്റ്റിലേക്ക് മാറ്റണം. എന്നിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് മൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയ്യിലുള്ള ഓൾറെഡി ഉള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവെക്കണം. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെച്ചത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം അവിടെ തിരിച്ചത് അവിടെ വെച്ച് അങ്ങോട്ട് വരുന്ന വീഡിയോക്ക് ലെങ്ത്ത് കൂടാതിരിക്കാനാണ് ഞാൻ ആ റെക്കോർഡ് വെക്കാഞ്ഞത്. അപ്പോൾ അത് ഞാൻ ക്ലിപ്പ് ഈ മൈൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുവെക്കുന്നത് ഞാൻ തീരെ റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് മൈൻ ചെയ്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പം ഒരു സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇവിടുന്ന് താഴത്തൊക്കെ ആണെങ്കിൽ വലിയ കൊക്ക മാതിരിയാണ്. ഇവിടുന്നായിട്ട് വീണാൽ പിന്നെ ഒന്നും വേണ്ടി വരത്തില്ല. റിയൽ ലൈഫ് ആണെൻ്റെ കയ്യും കാലും ഓടിയും. ഇതിപ്പോൾ ഗെയിം ആയതുകൊണ്ട് പിന്നെ വലിയ രീതിക്ക് ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ തേടി വന്ന സാധനം നമ്മൾ കാലിൽ ചുറ്റിയിട്ടുണ്ട്. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന അതിൽ തന്നെ നമ്മൾ തേടി വന്ന സാധനം കാലിൽ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ കൊന്നിട്ട് ആ ഒരു ബ്ലേസസും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഇവൻ എവിടെ നിന്നാണോ സ്പോൺ ആവുന്നത് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇവൻ സ്പോൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇവൻ്റെ കുറച്ചുകൂടിയും ഇതൊക്കെ എടുക്കണം. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ഒരു വെതർ സ്കെൽട്ടൺ വരികയും ചെയ്ത് എനിക്ക് ഒരു പോയിസൺ മാതിരി ഇത് കയറുകയും ചെയ്ത്. അപ്പോൾ ഞാൻ ബാക്കോട്ട് കൂടി സർവൈവ് ചെയ്ത് പിന്നെ റിട്ടേൺ വന്നിട്ടാണ് അവൻ അടിച്ചത്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഒരു ബ്ലേസസും കാര്യങ്ങളൊക്കെ സ്പോൺ ആകുന്നത്. അപ്പം
അവിടെ 2 വെതർ സ്കെൽട്ടനും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ ഇവരും ബ്ലാക്ക് വലിയെന്നല്ലാണ്ട് റിസ്ക്കാണ്. കാരണം 2 വെതർ സ്കെൽട്ടനും ഒരു ബ്ലേസും കാര്യം എന്നൊക്കെ പറയുന്നത് നല്ല രീതിക്ക് ഡാമേജ് കിട്ടും. പിന്നെ കയ്യിൽ വലിയ രീതിക്ക് ലൂട്ടൊന്നുമില്ല, നഷ്ടപ്പെട്ടാലും വലിയ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ നേരെ അവിടുന്ന് ചാടി പിന്നെ നേരെ പോയത് ഒരു വേറെ ഏരിയയിലേക്കാണ്. അപ്പോൾ അവിടുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ മൈൻ ചെയ്ത് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് വേറെയും കുറേ ബ്ലേസേഴ്സിനെ കണ്ട്. അപ്പോൾ അതിനെ കൊല്ലാൻ ഞാൻ ശ്രമിച്ച്. പക്ഷേ എങ്കിൽ അവിടെയും വെതർ സ്കെൽട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്ന വഴിക്ക് ഗോൾഡും കാര്യവും കണ്ടപ്പം ഗോൾഡും ഒക്കെ മൈൻ ചെയ്ത്. അപ്പോൾ നമുക്ക് ഈ ഗോൾഡ് മാത്രമല്ല കിട്ടി, വേറെയും കുറേ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ഗോൾഡും ബ്ലേസേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നേരെ ജസ്റ്റ് കൊണ്ടുവച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതും നമ്മൾ വന്നിട്ടുള്ളതും അതിനായതുകൊണ്ട് തന്നെ അത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പോകാൻ പറ്റുന്ന ഏരിയകളിലൊക്കെ പോവുക, അതാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്ര മതി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വന്ന വഴിയൊക്കെ ഞാൻ ആ ടോർച്ച് പ്ലേസ് ചെയ്ത വഴിയൊക്കെ നോക്കി എല്ലാ സാധനങ്ങളും തിരിച്ച് നമ്മളെ ഇൻവെൻട്രിയിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇൻവെൻട്രിയിലേക്ക് ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അവിടെ തന്നെ വെച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എൻഡർമാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തേക്ക് നിന്നാൽ അവൻ നമ്മളടിക്കുന്ന ഡാമേജ് കിട്ടത്തുമില്ല, അവനെ കൊല്ലാനും പറ്റും. അങ്ങനെ അവസാനം അവനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം നമ്മൾ നേരത്തെ പോയ വേൾഡിലുള്ള സാധനങ്ങളാണ്. അപ്പം ഞാൻ നേരെ ഇവിടേക്ക് എന്താ പറയുക, ഈ ഒരു നെതർ വേൾഡിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ഇവിടേക്കാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അപ്പുറത്തെ സൈഡ് മൊത്തം എന്താ പറയുക, നേരത്തെ പോലെ ട്രയൽ വേൾഡിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നെതറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ പ്ലേസ് ചെയ്യാം. അവിടെ നിന്ന് എന്ത് കിട്ടിയാലും ഇവിടെ പ്ലേസ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ് ഞാൻ റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്യാന്നുള്ള രീതി കൊണ്ടുപോയതായിരുന്നു. പക്ഷേ അതവിടെ റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബാക്കി നെതർ എക്സ്പ്ലോറിംഗ് ഒക്കെ അടുത്ത സീരീസിൽ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനിയും ഒരുപാട് എക്സ്പ്ലോറിങ്ങും ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ മറ്റൊരു സീരീസിൽ വരുന്നതായിരിക്കും. അപ്പം അതുവരെ ബൈ.